നമ്മുടെ സംസ്കൃതിയുടെ ഒരു 3 ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് കൃതജ്ഞതയാണ്. നമ്മൾ ഇന്നായിരിക്കുന്ന എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ള ഒരു സംസ്കൃതിയാണ് നമ്മൾ. കുറച്ച് മുമ്പാണ് മഹാലയം കഴിഞ്ഞത്. പിതൃപക്ഷമായിട്ട് പറയും. ഉത്തരഭാരതത്തിലാണ് അത് കൂടുതൽ വിശേഷമായിട്ടുള്ളത്. പൗർണമി കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് അമാവാസി വരെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പം അതിൽ ഈ മഹാലയ ശ്രാദ്ധത്തിൻ്റെ അവസാനത്തെ ഇത് അതീത കുലകോടീന സപ്തദ്വീപ നിവാസിന പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു. അതായത് സപ്തദ്വീപുകളായിട്ടാണ് പഴയ കാലത്തെ ഭൂമിയെ ആ ഭൂമിയിൽ മുഴുവനുള്ള കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും വേണ്ടി ഞാൻ ഉദകം കൊടുക്കുന്നു. അതെല്ലാം അക്ഷയമായി നിലനിൽക്കട്ടെ എന്നാണ്. അതിൻ്റെ അക്ഷയമായ നിലനിൽപ്പിലാണ് എൻ്റെ ഈ നിലനിൽപ്പ്. പിന്നെ അതിനു മുമ്പ് ഇതുണ്ട് ഒരുപാട്. അതായത് മക്കളില്ലാതായി പോയവർക്ക്, ജീവജാലങ്ങൾക്ക്, ഇതില്ലാതായവർക്ക്, അങ്ങനെ പിണ്ടം കിട്ടാതെ വന്നവർക്ക്, മോക്ഷം കിട്ടാതെ വന്നവർക്ക്, തെറ്റ് ചെയ്തവർക്ക്, നശിച്ചു പോയവർക്ക്, ഭ്രഷ്ടരായവർക്ക് എല്ലാവർക്കും ഇത് ചെയ്താണ് അവസാനത്തെ ഈ സങ്കല്പം. എല്ലാവർക്കും അതാണ് ഈ കൃതജ്ഞത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം സ്വാതന്ത്ര്യമാണ്. മൂന്നാമത്തെ കാര്യം ധൈര്യമാണ്. ഈ ഭീരുക്കളായിട്ടുള്ള ഒരു ദേവതയെയും നമുക്ക് നമ്മുടെ പുരാണ ഇതിഹാസ വാങ്മയങ്ങളിൽ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം അധർമ്മത്തെ നേരിട്ട് ജയിച്ച ദേവതകളാണ്. ചില കഥകളുടെ ഇതിലൊക്കെ ചിലപ്പോൾ ആ യുദ്ധത്തിൽ തോറ്റു, മറ്റേ യുദ്ധത്തിൽ തോറ്റു എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആത്യന്തികമായി ധർമ്മത്തെ ജയിപ്പിച്ച ദേവതകളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഭയമൊക്കെ വരുന്നത് സെമറ്റിക് മതങ്ങളിൽ നിന്നാണ്.